75 വയസ്സായി. എന്നിട്ടും നാട്ടിലുള്ള സകല വണ്ടിയും ഓടിക്കും. 13 വാഹനങ്ങളുടെ ലൈസൻസ് ഉണ്ട്. 30 ബ്രാഞ്ചുകളുള്ള ഹെവി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമ. കേരളത്തിലെ വാഹനപ്രേമികളുടെ ഹീറോ ആയ എറണാകുളം തോപ്പുപടി സ്വദേശിയായ രാധാമണി എന്ന മണിയമ്മ. ദുബായില് റോൾസ് റോയ്സ് ഒക്കെ ഓടിച്ച് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുവാണ്. ആളുകളൊക്കെ എത്ര മില്യൺ കണക്കിന് ആൾക്കാരാണ് വീഡിയോ ഒക്കെ കണ്ടത്. അപ്പോൾ ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ സ്വന്തമാക്കിയ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ളൊരു പ്രായം കൂടിയ ഒരു വനിതയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും വണ്ടി ഓടിക്കണമെങ്കിലും ഇപ്പം നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് വേണമല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടാണ് പോയത്. ഏറ്റവും അടുത്ത ഒരാൾക്ക് റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്കത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പറയാം. കറക്കി എടുത്തല്ലോ, അടിപൊളി. ഈ വണ്ടിയുടെ പേരെന്താ? ഇതാണ് ഫോർക്ക് ലിഫ്റ്റ്. ഓഫ് റോഡ് ഒക്കെ പോയി എക്സ്പീരിയൻസ് ഉണ്ട്? ഓഫ് റോഡ് പോയി വന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാവരും എന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് അമ്മ ഓടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അങ്ങോട്ട് എനിക്കൊരു ത്രില്ലായി. നല്ല ഒരു മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റോട് കൂടി ഓടിക്കാൻ പറ്റും. ഇപ്പൊ മണിയമ്മയ്ക്ക് എത്ര വാഹനങ്ങളുടെ ലൈസൻസ് ഉണ്ട്? ഇപ്പൊ 13 വാഹനങ്ങളുടെ ലൈസൻസ് ഉണ്ട്. 2 വീലർ, 3 വീലർ, 4 വീലർ, ബസ്, ലോറി, റോഡ് റോളർ, ട്രാക്ടർ, ട്രെയിലർ, ക്രെയിൻ, JCB, പിന്നെ ഹസാഡസ്, ഇന്റർനാഷണൽ ലൈസൻസ്. എൻ്റെ 31ാമത്തെ വയസ്സിലാണ് ഞാൻ 4 വീലർ ലൈസൻസ് എടുത്തത്. ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലേക്ക് ആവശ്യം വരുമെന്ന് കരുതിയിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചെന്നേ ഉള്ളൂ. അന്നൊക്കെ 4 വീലർ എടുത്ത് 3 വർഷം കഴിഞ്ഞാലേ ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് 84 ഒക്കെ ആയപ്പോൾ ഹെവി ലൈസൻസ് എടുത്തു. ഇപ്പോഴാണെങ്കിൽ റോഡിലൂടെ പെണ്ണുങ്ങൾ വാഹനം ഓടിക്കുന്ന കാണുമ്പോൾ ആൾക്കാർക്കൊരു ഭയങ്കര ഒരു കളിയാക്കലാണ്. അപ്പൊ അത്രയും വർഷം മുമ്പൊക്കെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് നോക്കിയിരിക്കൊണ്ടിരുന്നത് ആൾക്കാർ. ബസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ഒരു പെണ്ണ് വണ്ടി ഓടിച്ചിട്ട് വേണം, അതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. എന്നോട്ടായി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ ഉള്ള ആശയമൊക്കെ? ഡ്രൈവിംഗ് സ്കൂള് ഞങ്ങൾക്ക് നേരത്തെ മുതലുണ്ട്. പക്ഷെ ഞാൻ ഇതിലോട്ട് അത്ര 2004 ഹസ്ബൻഡ് എക്സ്പയർഡ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു വർഷമൊക്കെ ഒന്നും ആയില്ല. പിന്നെ അത് കഴിഞ്ഞ് കണ്ടെയ്നർ വെച്ചിട്ടുള്ളതൊക്കെ അടിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. എല്ലാവരും വണ്ടി നിർത്തിയിട്ട് ചോദിച്ചിട്ട് പോണ ആൾക്കാരൊക്കെ വരെ ഉണ്ടായിട്ട്. ഇതുണ്ട, ഈ കണ്ടെയ്നർ ബോക്സ് വെച്ചിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓടിക്കാൻ ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ കണ്ണാടിയിൽ കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ണാടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം അതെടുക്കാൻ. അപ്പോൾ അത് റിവേഴ്സ് എടുക്കുന്നതൊക്കെ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഇത്. ജർമ്മനിയിലൊക്കെ ട്രെയിലർ ഓടിക്കാൻ പെണ്ണുങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ തന്നെ പഠിച്ച് പോയിട്ടുണ്ട്. 35ാമത്തെ വയസ്സിൽ ലൈസൻസ് ഒക്കെ എടുത്തു, ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് എടുത്തു. എന്താ ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് എടുത്തേ? അത് ഹെവി ഡ്രൈവിംഗ് സ്കൂള് അന്നേരം ഉണ്ടെങ്കിലും ലൈസൻസ് നമുക്ക് കേരളത്തിൽ കിട്ടില്ല. അപ്പം മംഗലാപുരത്ത് പോയിട്ട് വേണം ലൈസൻസ് എടുക്കാൻ. അപ്പോൾ ആദ്യം പഠിക്കാനുള്ളവരുടെ ലൈസൻസ് ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുത്ത് അവരവിടെ ലേണേഴ്സ് എടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ ഷിപ്പിംഗ് അങ്ങനെ ട്രെയിനിൽ ഒക്കെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ കിട്ടാനില്ലാതെ വരും. ഇത്രയും ജോലി സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണില്ല?
അത് RTO തലത്തിലും മിനിസ്റ്ററിയിൽ ഒക്കെ പോയിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ നമ്മളത് കേസ് ഫയൽ ചെയ്ത് ഒരു 2 വർഷത്തോളം കേസൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെ പേരിൽ അനുവദിച്ചത്. ആദ്യമായിട്ടൊരു ഹെവി ഡ്രൈവിംഗ് സ്കൂളിന് അനുവാദം കിട്ടിയത് എൻ്റെ പേരിലാണ്. അപ്പോൾ ഹെവി ലൈസൻസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പഠിപ്പിക്കാനുള്ള അംഗീകാരം കിട്ടും. അങ്ങനെയാണ് ഈ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനും അതിൻ്റെ അകത്തൊരു ഭാഗഭാക്കാകാനും എനിക്ക് സാധിക്കും. ഇപ്പോൾ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടി തന്നെ ഓടൂലല്ലോ. നമ്മൾ ശ്രമിച്ചാലേ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു തെറ്റ് വന്നു പോയാൽ പിന്നെ നമുക്ക് പേടിയായി. ഈ തെറ്റ് എല്ലാവർക്കും പറ്റും, പക്ഷെ അതിനും അവർക്കും ചെയ്യാൻ സാധിക്കണം. നമ്മൾ എഫർട്ട് എടുത്താൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ പേടിയാണെന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കാതിരുന്നാൽ അത് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കുക. പേടി ഏതിലാണ്, എന്തിനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നല്ല കോച്ചിങ് കിട്ടിയാൽ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതൊരാൾക്കും മുന്നോട്ട് പോകാൻ ഒരു തടസ്സവും ഇല്ല. എന്ത് സംരംഭമായാലും അത് ചെയ്യാനായിട്ടൊരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ് വേണ്ടത്. ഇത്രയും പ്രായമായല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും മടി പിടിച്ചിരുന്നിട്ടില്ല. ഏത് പ്രവൃത്തി ചെയ്യാനും ഇപ്പോഴും തയ്യാറാണ്. ലൈസൻസ് ഒക്കെ എടുത്ത് പെട്ടിയിലും പേഴ്സിലും ഒക്കെ പൂട്ടി വെച്ചിരിക്കുന്നവർ മണിയമ്മേനെ കണ്ടുപഠിക്കുക. മണിയമ്മ വലിയൊരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനോടൊപ്പം ഷെറിക്, പിന്നെ മണിയമ്മയും.